ഹരേ കൃഷ്ണ ബ്രോ. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ആദ്യമായിട്ട് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു ബ്രോ. സെയിം ടു യു. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹാപ്പി ന്യൂ ഇയർ പ്രഭുസ് മാതാജീസ്. ഹരേ കൃഷ്ണ. താങ്ക് യു. സെയിം ടു യു. എന്താണ് ആഗ്രഹം ഹാപ്പി ന്യൂ ഇയറിൽ ഈ വർഷം? വലിയൊരു ആഗ്രഹമുണ്ട് പ്രഭു. എന്താണ്? നമുക്ക് ഈ വായിച്ച സ്ഥലങ്ങളൊക്കെ, ഈ മനുഷ്യൻ ചെയ്തേക്കുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണണമെന്ന് ഭയങ്കര ഒരു താല്പര്യം. ഹരി ബോൽ. ഹരി ഹരി അതെ, ഹരി. നല്ലൊരാഗ്രഹം. പക്ഷെ ഇത്രയും സ്ഥലങ്ങൾ കാണണമെങ്കിൽ അതിന് കുറെ സമയമെടുക്കും. കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ നോക്കാം. അതെ, തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങളൊക്കെ സ്പെഷ്യലാണ്. വേറെന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളുണ്ടോ? എല്ലാവരും പതിവ് പോലെ പിന്നെ ഒരു നമസ്കാരം. ആഗ്രഹമുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ പോയി അവിടുത്തെ ഒരു പ്രസാദം ഒത്തിരിയെങ്കിലും ഒക്കെ കഴിക്കണം എന്നൊക്കെ ഉള്ള താല്പര്യമുണ്ട്. ഹരി ഹരി എല്ലാ ഹരി. സ്ഥലത്തും പോയി. ഹരേ കൃഷ്ണ. ജയ്. യെസ് പ്രഭു. എന്തെങ്കിലും പുതുവത്സര ആശംസകൾ ആർക്കെങ്കിലും പറയാനുണ്ടോ മറ്റുള്ളവരോട്? ഓക്കെ. ഹരേ കൃഷ്ണ. യെസ്. ആർക്കുമില്ല. ഇല്ല, എന്ന് പറഞ്ഞു. ഇല്ല, ആരും ഒന്നും പറഞ്ഞില്ല. ഹരേ കൃഷ്ണ അപ്പോ പ്രഭു. യെസ്. ഇത് തന്നെ നമുക്ക് കൂടുതൽ ഭക്തി സേവനം ചെയ്യാനുള്ള അവസരങ്ങളും ഭാഗ്യവും ഭഗവാനോട് കുറച്ച് കൂടുതൽ അടുക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥന മാത്രം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ആർക്കെങ്കിലും ഒന്ന് സ്ക്രീൻ ഷെയർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്നലെ ഉള്ള ആ ഫോട്ടോ ഒന്ന് നോക്കിയാല്. അജിത മാതാജി എന്താ പറഞ്ഞത്? ഉത്തരം 32. 32. 32 ശരി ഉത്തരമാണ്. റീബോ. ഹരി ബോൽ. 32 ശരീരത്തിലെ 32 ലക്ഷണങ്ങൾ മാത്രമല്ല, പാദത്തിലും 32 തന്നെയാണ്. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരിബോൾ. ആ, പിന്നെ എല്ലാവരുടെയും സംശയങ്ങൾ ക്ലിയർ ആയി. പിന്നെ ഇന്നലെ ഒരു ക്ലൂ തന്നിരുന്നു. അതായത് ആരാണ് ചൈതന്യ മഹാപ്രഭു? ശ്രീകൃഷ്ണ ഭഗവാനും രാധാറാണിയും ചേർന്നിട്ടാണ്. ആ അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദത്തിലുള്ള ചിഹ്നങ്ങളെല്ലാം ഉണ്ടാവും. അതുകൂടാതെ ശ്രീമതി രാധാറാണിയുടെ പാദത്തിലുള്ള ചിഹ്നങ്ങളും ചൈതന്യ മഹാപ്രഭുവിന്റെ പാദത്തിലുണ്ട്. പിന്നെ രണ്ടുപേരുടെയും പാദത്തിൽ കോമൺ ആയിട്ടുള്ള ചിഹ്നങ്ങൾ ഒരു പ്രാവശ്യം മാത്രമേ മഹാപ്രഭുവിന്റെ പാദത്തിൽ ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഉം. ഇപ്പൊ രാധാറാണിയുടെ പാദത്തിൽ എത്ര ചിഹ്നങ്ങളാണെന്നുള്ളത് എനിക്ക് ഓർമ്മ വരുന്നില്ല ഇപ്പോ. പക്ഷേ രണ്ടും കൂടെ ചേരുന്ന സമയത്ത് ഈ പറയുന്ന ഓരോ പാദത്തിലും 16 വീതം ഉണ്ട്. ഒന്ന് ഐഡന്റിഫൈ ചെയ്യണോ? ആ ആർക്കെങ്കിലും ഒന്ന് സ്ക്രീൻ വേണം. ഷെയർ ചെയ്യാൻ പറ്റുമോ? അത് ചിത്രം എന്തെങ്കിലും ഇട്ടിട്ട്. ഇതിലിട്ടിരുന്നാണോ? ഒരു സെക്കൻഡ് പ്രഭു. ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കൂട്ടപ്രയത്നം നടത്താം. അത് വാട്സപ്പ് എടുത്തിട്ട്.
ഇന്നലെ ഗ്രൂപ്പിലിട്ട് ആ പടം മതിയല്ലോ അല്ലേ? ആ അത് മതിയാവും. പ്രഭു ഇന്നൊരു പടം ഇട്ടിരിക്കുന്നത് നമ്മള് വൃന്ദാവനത്തിൽ നിന്ന്, അതാണോ അത് നമ്മൾ പോകുമ്പോ ഒരു ആ മണ്ഡപത്തിൽ നിന്നുള്ള ഒരു പടം ഇപ്പൊ ഇട്ടിരിക്കുന്നത്? അല്ല, ഒരു ഇന്നലെ ആരായിരുന്നു? രാധാരഞ്ജൻ പ്രഭു ആ അല്ലായിരുന്നു? അത് കിട്ടി. അതിപ്പോ ഞാൻ ഷെയർ ചെയ്യാം. അതല്ല, പ്രഭു ഇന്നൊരു പടം ഇപ്പൊ ഇട്ടില്ലേ? അത് ഫോട്ടോ എടുത്തൊരു ഇത് ഇട്ടിട്ടില്ലേ? ഞാനോ? ആ ഇല്ലേ? ഇപ്പൊ ആരോ ഒരു ഇത് കണ്ടല്ലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഗ്രൂപ്പിൽ അല്ല, ഇവിടെ ഇപ്പൊ ഞാൻ കണ്ടു. ഒരു മിനിറ്റ്, ഞാൻ എന്റെ സ്ക്രീൻ ഷെയറിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരു ഡിലേ. ഇപ്പൊ ചാറ്റിൽ പെട്ടെന്ന് ഒരു പടം കണ്ടോട്ടോ, എനിക്ക് ഒരു ഫോട്ടോ എടുത്തിട്ടതാണ്. അതെയോ? ആ ഞാൻ നോക്കട്ടെ. ആ ഇത് കിട്ടി. ഇത് ഞാനിപ്പോ ഷെയർ ചെയ്യും. കാണാൻ പറ്റുമോ എന്ന് നോക്കണം. ചാറ്റിൽ ആ പാദം ഉണ്ട്. രക്ഷ- കാണാൻ പറ്റുന്നുണ്ടോ? കാണാം ആ കാണാം. ഇപ്പൊ കാണാം പ്രഭു. വലുതാക്കണം. ചെറുതായിട്ടുണ്ടോ അത്? സൂം. ആ ഓക്കെ. വലുതാക്കാം നമുക്കത്. അതെയോ? കവിഞ്ഞു പോയോ? കാണാമോ? കാണാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാരും ഒന്ന് ഐഡന്റിഫൈ ചെയ്തോളൂ. ഒരു പാദത്തിൽ നിന്ന് തുടങ്ങാം. ഓക്കെ. നമ്മുടെ സ്ക്രീനിൽ ഇപ്പോ ഇടതുവശത്ത് കാണുന്നത് ഭഗവാന്റെ വലത്തെ പാദമാണോ? അതെ അല്ല അല്ല അതെ അല്ല അതെ അതെ അതെയല്ലോ. അതെ 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 അതെയല്ലോ, നമ്മൾ ഇങ്ങനെയല്ലേ കാണുന്നത്? അടിയിലല്ലേ? അതെ. അടിയിലാണല്ലോ. അതെ അല്ലേ? വലത്തെ പാദമാണ് ഇടത് ഭാഗത്ത്. വലത്തെ. അപ്പൊ അവിടുന്ന് തുടങ്ങാം. അതിലെന്തൊക്കെ എത്രയൊക്കെ കാര്യങ്ങളുണ്ട്? ശംഖുചക്ര സ്റ്റാർട്ട്, ശംഖ് മുതൽ തുടങ്ങാം ബ്രോ. ശംഖല്ലേ ഏറ്റവും സ്റ്റാർട്ട് അല്ല, ചെയ്യും. അത് വലതിലല്ലേ ഇരിക്കുന്നത്? ആ ഓക്കെ ഓക്കെ. ഇടത്തെ നമ്മൾ കാണുമ്പോൾ ഇടത്ത് ഭാഗത്ത് തുടങ്ങാം. അപ്പൊ ഭഗവാന്റെ വലത്ത് അതെ ഭാഗം. അതെ അതെ അപ്പൊ അതെ. ഏറ്റവും മുകളില് വലത് ഭാഗത്ത് എന്താ, ഒരു കൊടയോ? കൊട. അല്ലേ? കൊടയ്ക്ക് മുകളിൽ ഒരു ചെറിയൊരു തള്ളവിരലിന്റെ അവിടെ ചെറിയൊരു സംഭവം ഉണ്ട്. ആ അത് കൃഷ്ണന്റെ അതിലും ഉണ്ട്. ഞാൻ അതാ വിചാരിച്ചു അത് കോണാണോ? മടക്കാണെന്ന് വിചാരിച്ചു. അതെ, അത് ബാർലി കോൺ കോൺ, ആണത്. ബാർലി കോൺ കൃഷ്ണന്റെ ഇതിലും ഉണ്ടല്ലോ. അതാണ് ആദ്യത്തേത്. അത് നമ്പർ 1 ആയിട്ട് കൂട്ടണം. പിന്നെ കൊട. കൊട 2. പിന്നെ എല്ലാരും പറയാം, നമ്പർ വെച്ച് പറയാം. താമരയുണ്ട്. താമര. 2 കൊട. നമ്പറും കൂടെ ചേർത്ത് പറഞ്ഞോളൂ. 3 താമര. നമുക്ക് മൂന്ന് താമര. പിന്നെ അവിടെ എല്ലാവരും നീളത്തിൽ താമരയുടെ വലത്ത് ഭാഗത്ത് നീളത്തിലുള്ളത് എന്താണ്? രണ്ടാമത്തെ വിരലിന് താഴെ എന്താണെന്ന് അറിയില്ല. ഒരു വടി പോലെ അല്ലെ? അതിന്റെ താഴെ ഒരു പർവ്വതം. പർവ്വതം. അപ്പൊ എത്രയായി നമ്പർ? അപ്പൊ 5. ആ ഒരെണ്ണത്തിന്റെ പേരറിയില്ല. അത് പിന്നെ നോക്കാം. ഓക്കെ. ഇപ്പൊ എണ്ണിയാല് പിന്നെ പർവ്വതമായി. പിന്നെ അതിന്റെ ഇടതുഭാഗത്ത് ഒരു ചെറുവിരലിന്റെ താഴെ ആ ലെയർ തീർത്ത് വരിക കേട്ടോ. അത് ഇതാണോ? ഒരു അവിടെ ഒരു കൊടിയുണ്ട്, കണ്ടായിരുന്നു? അത് താഴ്ത്തല്ലേ കുറച്ചുകൂടി? അതെ, ഫ്ലാഗ് ആയില്ല. അല്ല, അത് അതില് flag അല്ല, അത് അങ്കുശമാണ്. അങ്കുശം. അങ്കുശം എന്ന് വെച്ചാല് ആനയെ ആ ഒരു കൂർത്ത സാധനം ഉള്ളത് അല്ലേ? ആ മനസ്സിലായി. ഒരു കൊളുത്തും ഇതും ഉള്ളത്. ആനയെ നിയന്ത്രിക്കുന്നത് അത് ആനയെ വെച്ചിട്ടാണ്. നിയന്ത്രിക്കുന്നത്. ആ
ഉം. അപ്പൊ എത്ര എണ്ണം? 6. 6 ആറെണ്ണം. ഇനി ആ ആറാണ്. മറ്റേ വിശറി പോലത്തെ ഒരെണ്ണം, ചിലന്തി വല അത് പോലത്തെ കാണും. അത് അതെന്താ? അസ്ത്രം. അത് നാരായണ വജ്രായുധമാണത്. വജ്രായുധം. അടിപൊളി. അത് 7. 7. പിന്നെ ആ മോളിൽ നിന്ന് വരുന്നൊരു ലൈൻ ഉണ്ടല്ലോ, ഊർധ്വരേഖ. ഓ, അതും ഉണ്ടല്ലേ? ആ തള്ളവിരലിനും 2 വിരലുകൾക്കിടയിൽ നിന്നൊരു ലൈൻ താഴേക്ക് വരുന്നില്ലേ? ഉവ്വ്. ഈ ഓരോന്നിനും അർത്ഥമുണ്ട്. അത് ഉണ്ട്. നമുക്കിപ്പോ ചർച്ച ചെയ്യാനുള്ളൊരു, അത് വേറൊരു ക്ലാസ് തന്നെ അതിന് വേണം. ഈ ഉം. ഊർധ്വരേഖ എന്ന് പറഞ്ഞാൽ താഴെ കിടക്കുന്ന പതിത ആത്മാവിനെ വലിച്ചു മുകളിലേക്ക് ഭഗവാന്റെ പാദങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ ഇതിന് ഓരോന്നിനും ഓരോ പ്രസക്തി ഉണ്ട്. അപ്പൊ ഞാനൊന്ന് ഊർധ്വരേഖ ട്രൈ ചെയ്യാൻ 8 ആയി. പോവാണ്. ഒന്ന് എണ്ണിക്കോളൂ. പിന്നെ ആ വജ്രായുധത്തിന്റെ താഴെ ഒരു ബോക്സ് പോലത്തെ അതെ. അപ്പൊ അത് 9. 9. അതെന്താ കാണുന്ന അറിയില്ല. അത് പേരെന്താന്ന് മനസ്സിലായില്ല പ്രഭു. അതായത് നമുക്കിനി കണ്ടുപിടിക്കണം. ഇനി അതിന്റെ താഴേക്ക് വരുമ്പോ ഇവിടെ ഒരു ഗദയുണ്ട്, 10. പിന്നെ ഇത് ഒരു സെറ്റായിട്ടാണോ മാതാജി കൂട്ടിയ ഈ 3 കൊടിയും ഇതെല്ലാം എല്ലാം ചാരിയറ്റ് അല്ലേ? ചാരിറ്റാണോ? ചാരിറ്റല്ലേ ഇത് മുഴുവൻ? ഒന്നായിട്ട് കൂട്ടി. ഒന്നായിട്ടാണ് കൂട്ടേണ്ടത്. അപ്പൊ 11 രഥം. അപ്പൊ അതിന്റെ വലതുഭാഗത്ത് ഇവിടെ ഒരു സംഭവമുണ്ട്, കമ്മല് മാതിരി ഒരു സാധനം. കമ്മല് പോലെ. പക്ഷെ എന്തോ അടിയിൽ 3 കൂർത്ത് ഇതുള്ളത്. അപ്പൊ അത് 12 ആയി. അതെന്താന്നറിയില്ല. പിന്നെ ഇവിടെ എന്താ, ഇവിടെ മയിലാണോ രഥത്തിന്റെ ഇപ്പുറത്ത്, ഗദയുടെ താഴെ? അതെ. അതെ, മെയില്. അപ്പൊ 13 മയിൽ വന്നു. ഇനി 14. ഇതെങ്ങനെയാ കൂട്ടണ്ടേ? പൂറ്റിയിലുള്ളത് കീല്. ആണ് 3 കാര്യങ്ങളുണ്ട് അതിനകത്ത്. സ്വസ്തികമുണ്ട്. സ്വസ്തികമുണ്ട്, പിന്നെ ഒരു അഷ്ടകോണം ഉണ്ട് ഇല്ലേ? ആ അതൊരു യജ്ഞശാല പോലെയാണ് അഷ്ടകോണം. പിന്നെ ജംബൂഫലമാണ്, ആ പഴം 4 വെച്ചിട്ടുണ്ടല്ലോ കോർണറിൽ. ഓ ഓ. അപ്പൊ അങ്ങനെ അപ്പൊ ഇപ്പൊ 16 16. 16. ഒന്നുകൂടെ വേറെ ആരെങ്കിലും ഒന്ന് കൗണ്ട് ചെയ്യുന്നോ, ഉറപ്പുവരുത്താൻ? 16. ഓക്കെ. ഇനി മറ്റേ പാദം. നമ്മുടെ വലതുഭാഗത്ത് കാണുന്നത് ഭഗവാന്റെ ഇടതുഭാഗം, ഇടതുപാദം. അപ്പൊ മോളിൽ നിന്ന് ശംഖല്ലേ ആദ്യം വരുന്നത്. ശംഖിന്റെ വലതുഭാഗത്ത് ഒരു റിങ്, 2 റിങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അമ്പും വില്ലും അതിന്റെ അതെ, അതിന്റെ വലതുഭാഗത്ത് ഇല്ലേ ഒരു വട്ടത്തില് ഒരു കാര്യം. റിങ് ഉണ്ട്. അതെ, അതറിയില്ല. അപ്പൊ റിങ്, അതിന്റെ പേരറിയില്ല. 2 റിങ് പോലെ. 2 റിങ് വരുന്നുണ്ട്, പിന്നെ ഒരു അമ്പ് വില്ല് വരുന്നുണ്ട്. അപ്പൊ 4 പിന്നെ ഇടതുഭാഗത്ത് ആ ചക്രം പോലത്തെ ഒരായുധം പോലെ എന്തോ ഉണ്ട് അല്ലെ അവിടെ ഒരു. അതെ. അപ്പൊ അത് 5. പിന്നെ അതിന്റെ തൊട്ട് വലതുഭാഗത്ത് 2 എതള് ഇങ്ങനെ വെച്ച പോലെ, അതെന്താന്നറിയില്ല. ഒരു 6. കാലിക്കുളമ്പാണ്. കളിക്കുളം. കാലിക്കുളമ്പ് അല്ലെ? ഓ, അതാണ്. അത് മറ്റേതെന്താ പ്രഭു? ഇപ്പുറത്ത് വജ്രായുധം അത് തന്നെയാണോ അത്? ഏത്? അതിന്റെ ഇടത് ഭാഗത്ത്, കാലിക്കുളമ്പിന്റെ ഇടത് ഭാഗത്തുള്ള അതാണ് ഓർമ്മയില്ല, അത് ചക്രം എന്തോ ആണ്. ചക്രം. ചക്രം. പിന്നെ അതിന്റെ വലതു ഭാഗത്ത് ഒരു ഫ്ലാഗിന്റെ മുകളിലും ആ അമ്പിന്റെ വലതുഭാഗത്തൊരു ഇതില്ലേ പാത്രം പോലെ, അത് ഇതാണോ നമ്മുടെ ജലപാത്രം അല്ലെ? എന്താണത്? ജലകുംഭം പോലെ തോന്നുന്നു. അതെ, ഈ മഹർഷിമാരൊക്കെ പിടിക്കുന്ന പോലെ. കമണ്ടലും. കമണ്ടലും. 7.
അപ്പൊ 1 2 3 4 5 6 7ആയി. ഇനി ആ ഫ്ലാഗ് ഒരു കൊടി ഉം. 8. പിന്നെ ആർക്കെങ്കിലും കൂട്ടാട്ടോ, ഞാനിങ്ങനെ പറയുന്നതേ ഉള്ളൂ. പിന്നെ ഒരു ട്രയാങ്കിള് 4 ട്രയാങ്കിൾ 4 ഉണ്ട്. അതെ, അത് 9. പിന്നെ 4 പാത്രം കുടം പോലെ പാത്രം. ഇരിക്കില്ലേ, അല്ലേ? അതെ അപ്പൊ അത് 10ആയി. അത് ഒരെണ്ണമായിട്ടല്ലേ കൂട്ടുള്ളൂ 4ലെ. അതെ അതെ. പിന്നെ ഒരു ചന്ദ്രക്കല ഉണ്ട്, ഉം. 11ആയി. പിന്നെ അതിന്റെ വലതു ഭാഗത്ത് ഒരു പൂമേലയാണോ, അതെ 12ആയി. 13 ഇപ്പുറത്ത് ഒരു നീളൻ സാധനം, അതെന്താന്നറിയില്ല, ഒരു റെക്ടാങ്കിൾ ജപമാല. ജപമാല പോലെ. മാലയാണതല്ലേ? ഓക്കെ, ജപമാലയാണെന്ന് തോന്നുന്നു. ജപമാല. ഓക്കെ ഓക്കെ, ജപമാല, അതാണ് അടിയിലായത് കാണിച്ചത്. പിന്നെ അതിന്റെ ആമ വരുന്നുണ്ട്. അതിന്റെ തൊട്ട് വലത് ഭാഗത്ത് ഒരു ഫ്ലവർ വേസ് ആമ. പോലെ ഇരിക്കും. അത് തുളസിയല്ലേ? തുളസി, ഉം. അതല്ലേ? തുളസി. ഉം. തുളസി. തുളസി. അപ്പൊ 15 ആമ വന്നു, 16 മത്സ്യം വന്നു. അപ്പൊ അങ്ങനെ 32ആയി. അതെ, ഹരി. അപ്പൊ ഇത് അതേപോലെ. നമുക്ക് ഇന്നത്തെ ഹോംവർക്കോടെ തീരുകയല്ല. ഇത് നമ്മൾ ഓരോന്നും മനസ്സിലാക്കി നമുക്ക് എപ്പോഴും പറയാറുണ്ടല്ലോ, മറ്റേ ഭഗവാന്റെ പാദം സ്മരിക്കണം എന്ന് പറയാറുണ്ടാവും, ഇല്ലേ? അതെ. എന്തോ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, മരണകാലേ തവ ചരണസ്മരണയുണ്ടാകുവാൻ തരിക വരം നാഥ കരുണാദയാനിധി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അത് ഏതാന്ന് മറന്നുപോയി. ഇപ്പോ ഭഗവാന്റെ പാദം സ്മരിക്കുക എന്നുള്ളത് ഭക്തന്റെ ഒരു ലക്ഷണമാണ്. പാദസ്മരണം, പാദസേവനം ഒക്കെ. അപ്പോ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കണ്ടിട്ട് പോകാൻ ഉള്ളതല്ല, നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ധ്യാനിച്ച് ചാൻറ്റ് ചെയ്യുന്ന സമയത്തും ആപത്ത് വരുന്ന സമയത്തും അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും രാവിലെ എണീറ്റിട്ടും ഒക്കെ നമുക്ക് പല സമയങ്ങളിൽ ഭഗവാന്റെ പാദത്തെ സ്മരിക്കുക എന്നുള്ളത് നമുക്കൊരു പ്രാക്ടീസ് ആയിട്ട് നമ്മളതൊരു ശീലമാക്കി മാറ്റേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷനായിട്ട് നമുക്ക് എടുക്കാം, അല്ലേ? ഈ വർഷത്തിൽ നമുക്ക് ഇതൊരു കാര്യം, പല കാര്യങ്ങളുടെ കൂടെ ഈ ഒരു കാര്യവും ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നുള്ളൊരു ഇതെടുക്കാം. എന്തു തോന്നുന്നു? തീർച്ചയായും പ്രഭു. ഹരേ കൃഷ്ണ. ഒരു പുതിയ കാര്യം മനസ്സിലാക്കാനുള്ള ഇത് തന്നെ ഒരു വലിയൊരു അറിവായി ഇപ്പൊ. ഈ 32 എന്താ, ഇനി അത് എന്താന്നും കൂടി അറിഞ്ഞു അതിന്റെ ഡീറ്റെയിൽ കൂടി അറിയാൻ സാധിച്ചാൽ വലിയൊരു. അതെ, അത് മറ്റൊരു ദിവസം അത് ചെയ്യാം. പിന്നെ മുന്നോട്ട് വായിക്കണമെങ്കിൽ വായിച്ചോളൂ. ഞാനൊന്ന് ഡ്രൈവിംഗിലാണ്, ഇനിയിപ്പോ കുറച്ചു നേരം കേൾക്കാനേ സാധിക്കുള്ളൂ. ഹരേ കൃഷ്ണ. ഇത്രയും അടയാളങ്ങൾ ആ കുഞ്ഞു കാലിൽ എങ്ങനെ ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. കുഞ്ഞു കാലിൽ ഇത്രയും അടയാളങ്ങൾ എന്ത് ഭംഗി കണ്ടാൽ ഉണ്ടാവും, തന്നെ മനസ്സിലാവും. എന്ത് ഭംഗി ഉണ്ടാവും. ഒരു ഇളം ചുവന്ന ഒരു പാദത്തില് ഈ ഇത്രയും അതെ. അടയാളങ്ങൾ. ലോട്ടസ് ഫീറ്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് വായന തുടരാം. അപ്പൊ നമുക്ക് ഇന്നലത്തെ പോലെ മാറി മാറി വായിക്കുകയാണെങ്കിൽ 23 വായിച്ചു പോവാം. നമുക്ക് കുറച്ച് വായിക്കാം, ഒരു 3:30 വരെ വായിക്കാം. പിന്നെ നമുക്ക് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 23. തബേ കഥാദിനെ കൈലാപദചംക്രമണ ശിശുജനേ മിലി കൈലാ വിവിധാലേഖേലന
വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ മഹാപ്രഭു കാലുകൾ ചലിപ്പിക്കാനും നടക്കാനും തുടങ്ങി. മറ്റു കുട്ടികളോടൊപ്പം അവിടുന്ന് വിവിധ കളികളിൽ ഏർപ്പെടുകയും ചെയ്തു. ശ്ലോകം 24. ഏകദിന സജി ഖരി സന്ദേശ ആലിയ ബാഡ ഭരീദിയ ബൈല ആവോതബസിയ. വിവർത്തനം. ഒരു ദിവസം മഹാപ്രഭു മറ്റു കുട്ടികളുമൊത്ത് കളികളിൽ മുഴുകി നടക്കുമ്പോൾ സജി മാതാവ് ഒരു പാത്രം നിറയെ മലരും മധുര പലഹാരങ്ങളുമായി വരികയും അവ ഭക്ഷിക്കാൻ അവിടത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ശ്ലോകം 25. ഏതാബലി കേല സജി ഗൃഹേ കർമ്മ കരീതേ ലുകാന ലാകില ശിശു മൃത്തിക ആയിതേ. വിവർത്തനം. എന്നാൽ അവർ തിരിച്ചു പോയപ്പോൾ അവിടുന്ന് മാതാവ് കാണാതെ ഒളിച്ചിരുന്ന മണ്ണ് ഭക്ഷിക്കാൻ തുടങ്ങി. 26. ദേക്കി സജീദാന ആയില കരി കായ കായ മാടി ഖാടിലന കഹേ മാടി കേന കായ. വിവർത്തനം. ഇത് കണ്ട സജി മാതാവ് തിടുക്കത്തിൽ തിരിച്ചു വരികയും അതിശയിക്കുകയും ചെയ്തു. എന്താണിത്? അവർ കുട്ടിയുടെ കൈകളിൽ നിന്ന് മണ്ണ് തട്ടിപ്പറിച്ചെടുക്കുകയും എന്തിനാണ് മണ്ണ് തിന്നുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു. 27. കാന്തിയ ബാലേന ശിശു രേന കരേ രോഷ ഭൂമി മാടികായി തേതിലേ മോരാ കൈബാബ ദോഷ. കുട്ടി കരഞ്ഞുകൊണ്ട് മാതാവിനോട് ചോദിച്ചു, എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ മണ്ണാണ് തന്നത്. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? ശ്ലോകം 28. കായി സന്ദേശ അന്ന യഥേകാമാടീരാവികാര യഹോമാടി സേഹാമാടിക്ക് ഭേദാവിചാര. പൊരിയും മധുരപലഹാരങ്ങളും മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളുമെല്ലാം മണ്ണിന്റെ രൂപാന്തരണമാണ്. ഇതും മണ്ണ്, അതും മണ്ണ്. ചിന്തിച്ചു നോക്കൂ, എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? മാടി ദേഹേ മാടി ഭക്ഷ ദേഹ കവിചാരി അവിചാരേ ദേഹ ബോധോഷ പാരി. ഈ ശരീരം മണ്ണിന്റെ ഒരു രൂപാന്തരമാണ്. അതുപോലെ ഭക്ഷണങ്ങളും മണ്ണിന്റെ ഒരു രൂപാന്തരമാണ്. ചിന്തിച്ചു നോക്കൂ. ചിന്തിക്കാതെയാണ് അമ്മ എന്നെ കുറ്റപ്പെടുത്തുന്നത്. എനിക്ക് എന്തു പറയാൻ കഴിയും? ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. എല്ലാം ഒന്നാണെന്ന മായാവാദ തത്വശാസ്ത്രത്തിന്റെ ഒരു വിശദീകരണമാണിത്. ശാരീരിക ആവശ്യങ്ങളായ ആഹാര, നിദ്ര, ഭയമൈഥുനങ്ങൾ ആധ്യാത്മിക ജീവിതത്തിൽ ആവശ്യമില്ല. ആധ്യാത്മിക തലത്തിലേക്ക് ഉയരുന്ന ഒരുവന് പിന്നീട് കൂടുതൽ ശാരീരിക ആവശ്യങ്ങൾ ഉണ്ടാകില്ല. ശാരീരിക ആവശ്യങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങളിൽ ആത്മീയ പരിഗണനയുമില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എത്രയധികം ഭക്ഷിക്കുകയും ഉറങ്ങുകയും ലൈംഗികത ആസ്വദിക്കുകയും പ്രതിരോധിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവോ അത്രയുമധികം ഭൗതിക കർമ്മങ്ങളിൽ മുഴുകുന്നു. ദൗർഭാഗ്യവശാൽ മായാവാദികൾ ഭക്തിയുത സേവന പ്രവർത്തനങ്ങളെ ശാരീരിക പ്രവർത്തനങ്ങളായി കരുതുന്നു. അവർക്ക് ഭഗവത്ഗീത 14:26 ഈ ലളിത വിശദീകരണം മനസ്സിലാക്കാൻ കഴിവില്ല. മാംസയോ അവ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സാഗുണാൻ സമതീതൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഫലകാംക്ഷയില്ലാതെ ഏതു പരിതസ്ഥിതിയിലും അധിപതരാതെ ഭഗവത് സംതൃപ്തിക്കായി ഭക്തിപൂർവം ഭഗവത് സേവനത്തിലേർപ്പെടുന്നവർക്ക് അതിവേഗം ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ആത്മീയ വിധാനത്തിലെത്താം. അത്തരം ഒരു വ്യക്തിയുടെ എല്ലാ പ്രവൃത്തികളും ആധ്യാത്മികമാണ്. ബ്രഹ്മഭൂയായ എന്ന പദം ബ്രഹ്മത്തിന്റെ അല്ലെങ്കിൽ ആത്മീയ പ്രവർത്തനങ്ങളെ പ്രതിപാദിക്കുന്നു. മായാവാദ തത്വവാദികൾ ബ്രഹ്മജ്യോതിയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും അവർക്ക് ബ്രഹ്മപ്രവർത്തനങ്ങളൊന്നുമില്ല. വേദാന്ത പഠനവും സാഖ്യാതത്വശാസ്ത്ര പഠനവും ബ്രഹ്മപ്രവർത്തനങ്ങളായി ശുപാർശ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ആ വ്യാഖ്യാനങ്ങൾ വരണ്ട അനുമാനങ്ങൾ മാത്രമാണ്. വൈവിധ്യമാർന്ന ആധ്യാത്മിക പ്രവർത്തനങ്ങളില്ലാത്തതിനാൽ വെറുതെ വേദാന്തമോ സാഖ്യമോ പഠിക്കുന്നത് കൊണ്ട് മാത്രം ആ ബ്രഹ്മതലത്തിൽ അധിക കാലം തുടരാൻ അവർക്കാവില്ല. ജീവിതം വൈവിധ്യമാർന്ന ആസ്വാദനത്തിനായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ജീവാത്മാവ് സഹജമായി തന്നെ ആനന്ദോത്സുകനാണ്. വേദാന്ത സൂത്രത്തിൽ 1:12 പറയുന്നു, ആനന്ദമയോ അഭ്യാസാത്. ഭക്തിയുത സേവനത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വൈവിധ്യമാർന്നതും
ആസ്വാദനപൂർണവുമാണ്. ഭഗവത് ഭക്തി സുഖമാർന്നതും സുസുഖം കർത്തും ശാശ്വതവും ആത്മീയവും അവ്യയം ആണെന്ന് ഭഗവത്ഗീത 9:2 പറയുന്നു. മായാവാദി പണ്ഡിതർക്ക് ഇത് ഗ്രഹിക്കാൻ കഴിയാത്തതിനാൽ അവർ ഭക്തരുടെ പ്രവർത്തനങ്ങൾ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം തുടങ്ങിയവ ഭൗതികമാണെന്നും അതിനാൽ മായയാണെന്നും കരുതുന്നു. കൃഷ്ണന്റെ അവതാര കർമ്മങ്ങൾ പോലും മായയാണെന്ന് അവർ കരുതുന്നു. അപ്രകാരം എല്ലാത്തിനെയും മായയായി പരിഗണിക്കുന്നതിനാൽ അവർ മായാവാദികളെന്നറിയപ്പെടുന്നു. ഭഗവാന്റെ സംതൃപ്തിക്ക് വേണ്ടി ഗുരുപദേശമനുസരിച്ച് താല്പര്യപൂർവ്വം അനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങളും ആധ്യാത്മികമാണ്. പക്ഷേ ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞ നിരസിക്കുന്നതും സ്വഭാവനയ്ക്കനുസരിച്ച് അസംബന്ധ പ്രവർത്തനങ്ങളെ ആധ്യാത്മികമായി സ്വീകരിക്കുന്നതും മായയാണ്. ആധ്യാത്മിക ഗുരുവിന്റെ കാരുണ്യത്തിലൂടെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അനുഗ്രഹം നേടണം. അതുകൊണ്ട് ഒരുവൻ ആദ്യം നിശ്ചയമായും ആധ്യാത്മിക ഗുരുവിനെ സംപ്രീതനാക്കണം. അദ്ദേഹം സംപ്രീതനായാൽ ഭഗവാനും സംതൃപ്തനായെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളാൽ ആധ്യാത്മിക ഗുരു അസംതൃപ്തനാകുന്ന പക്ഷം ആ പ്രവർത്തനങ്ങൾ ആധ്യാത്മികമല്ല. ശ്രീല വിശ്വനാഥ ചക്രവർത്തി താക്കൂർ ഇത് സ്ഥിരീകരിക്കുന്നു. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ പ്രസാദാന്നഗതി ഗുജോബി. ആധ്യാത്മിക ഗുരുവിനെ പ്രസാദിപ്പിക്കുന്ന കർമ്മങ്ങൾ ആധ്യാത്മികമായി പരിഗണിക്കപ്പെടുന്നു. അവ ഭഗവാനെ സംതൃപ്തിപ്പെടുന്നതായും കരുതണം. പരമോന്നത ആധ്യാത്മിക ഗുരുവായ മഹാപ്രഭു മായാവാദ തത്വശാസ്ത്രത്തെ പറ്റി മാതാവിന് ഉപദേശിച്ചു. ശരീരവും ഭക്ഷണങ്ങളും മണ്ണാണെന്ന് പറഞ്ഞതിലൂടെ സർവവും മായയാണെന്ന് അവിടുന്ന് ധ്വനിപ്പിച്ചു. ഇത് മായാവാദമാണ്. മായാവാദ തത്വശാസ്ത്രം വികലമാണ്. കാരണം തങ്ങൾ പറയുന്ന അസംബന്ധം ഒഴികെ മറ്റെല്ലാം മായയാണെന്ന് സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുന്നു. എല്ലാം മായയാണെന്ന് പറയുന്നതിലൂടെ മായാവാദികൾക്ക് ഭക്തിയുത സേവനത്തിനുള്ള അവസരം നഷ്ടപ്പെടുകയും അതിനാൽ അവന്റെ ജന്മം പാഴാവുകയും ചെയ്യുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു അതിനാൽ ഉപദേശിക്കുന്നു, മായാവാദി ഭാഷ്യ തുനീലേഖയ സർവനാശ. ചൈതന്യ ചരിതാമൃതം മധ്യേ 6:169. മായാവാദ തത്വശാസ്ത്രം സ്വീകരിക്കുന്നവന്റെ ആത്മീയ പുരോഗതി എന്നേക്കുമായി നശിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും? ഇരുപത്തി 23 മുതൽ നമ്മൾ വായിച്ചു. മണ്ണ് തിന്നുന്നത് തുടങ്ങി വന്നു. ഇരുപത്തിയേഴില് കുട്ടി കരഞ്ഞുകൊണ്ട് മാതാവിനോട് ചോദിച്ചു, എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? നിങ്ങൾ എനിക്കും ഭക്ഷിക്കാൻ മണ്ണാണ് തന്നത്, എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? പക്ഷെ കൊടുത്തത് മധുര പലഹാരങ്ങളാണ്. പക്ഷെ അത് മണ്ണിന്റെ രൂപാന്തരീകരണമാണ്. അതായത് അടുത്തതിൽ പഞ്ചഭൂതങ്ങളായ സാധനങ്ങളല്ലേ എല്ലാം എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. 27 പറയുന്നുണ്ട്. 28 പറയുന്നുണ്ട്, പൊരിയും മധുര പലഹാരങ്ങളും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാം മണ്ണിന്റെ രൂപാന്തരണമാണ്. ഇതും മണ്ണ് അതും മണ്ണ്. ചിന്തിച്ചു നോക്ക്, എന്താണ് വ്യത്യാസം? അപ്പൊ ഞാനല്ല, അമ്മയാണ് തിരിച്ചു നോക്കാതെ മറുപടി പറഞ്ഞതിനാണ് പറയുന്നത് അവിടെ. ഹരേ കൃഷ്ണ. പക്ഷെ കൃഷ്ണലീലയില് ഭഗവാൻ ഇത് ഇങ്ങനെ പറയുന്നില്ല അല്ലെ? മണ്ണ് തിന്നു പൊളിച്ച് കാണിച്ചു കൊടുക്കുന്നു, വായ തുറക്കും. അതെ, പിന്നെ കാണുന്നത് അത്ഭുതപ്പെടുന്നു. അല്ലാണ്ട് അതിനൊരു വ്യാഖ്യാനം അദ്ദേഹം കൊടുത്തില്ല. പക്ഷെ ഇവിടെ തിരിച്ചു പറയാണ്, ഇത് മണ്ണെന്ന് പറഞ്ഞാൽ എല്ലാത്തിന്റെ ഒരു രൂപാന്തരമാണ് എല്ലാ സാധനങ്ങളും. ശരീരം തന്നെ അത് 28-ലും 29-ലും പറയുന്നുണ്ടല്ലോ, ഈ ശരീരം മണ്ണിന്റെ ഒരു രൂപാന്തരമാണ്. അതുപോലെ ഭക്ഷണങ്ങളും മണ്ണിന്റെ രൂപാന്തരം. ചിന്തിച്ചു നോക്കൂ, ചിന്തിക്കാതെയാണ് എന്നെ കുറ്റപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ തത്വശാസ്ത്രത്തിന്റെ വിശദീകരണമാണെന്ന് 29-ല് പറഞ്ഞിട്ടുണ്ട് ഭാവാർത്ഥത്തില്. 29-ലെ ഭാവാർത്ഥത്തില് എല്ലാം ഒന്നാണെന്ന മായാവാദ തത്വശാസ്ത്രത്തിന്റെ ഒരു വിശദീകരണമാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. കേൾക്കുന്നുണ്ടോ? കേൾക്കാം.
നരോത്തം പ്രഭു പറഞ്ഞൊരു പ്രധാന കാര്യമാണ്. അതായത് കൃഷ്ണലീലയിൽ സംഭവിക്കുന്ന പല ലീലകളും ചൈതന്യലീലയിലും സംഭവിക്കുന്നു. അവിടെയും ഭഗവാൻ മണ്ണ് തിന്നു, ഇവിടെയും ഭഗവാൻ മണ്ണ് തിന്നു. പക്ഷേ കൃഷ്ണലീലയിൽ കൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായി ഭഗവാനായിട്ട് തന്നെയാണ് അവതരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ ആ മണ്ണ് തിന്നുന്ന ലീല നമുക്കറിയാം. അത് കഴിഞ്ഞ് വാ തുറന്ന് നോക്കാൻ പറഞ്ഞ സമയത്ത് ബ്രഹ്മാണ്ടങ്ങളും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും ഭൗതിക ലോകവും ആധ്യാത്മിക ലോകവും എല്ലാം യശോദ മാതാവ് അവിടെ കാണുകയാണ്. പക്ഷെ ഇവിടെ വന്ന സമയത്ത് ഭഗവാൻ മണ്ണ് തിന്നുന്നു. പക്ഷെ അതിനൊരു ഫിലോസഫി ആയിട്ടൊരു ഒരു താത്വികമായിട്ട് അതിനൊരു വിവരണം കൊടുക്കുന്നു. മഹാപ്രഭു ഒരു ഫിലോസഫിക്കൽ പോയിന്റ്, താത്വികമായ ഒരു തത്വം സ്ഥാപിക്കാൻ വേണ്ടി ഈ ഒരു ലീല ഉപയോഗിക്കുന്നു. കാരണം മഹാപ്രഭു ഇവിടെ വന്നിരിക്കുന്നത് ഒരു ടീച്ചർ ആയിട്ടാണ് അല്ലെ. മഹാപ്രഭു ലോകത്തിനെ എന്താണ് യഥാർത്ഥ കൃഷ്ണാവബോധം, അല്ല എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം, ആരാണ് ഭഗവാൻ എന്നത് സ്ഥാപിക്കാൻ വേണ്ടി ഒരു എങ്ങനെ പറയാ, ഒരു ഗുരുവിന്റെ സ്ഥാനത്ത്, ഒരു ശിക്ഷകന്റെ സ്ഥാനത്താണ് മഹാപ്രഭു ഈ ലീല ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഈ ഫിലോസഫി പറയുന്നത്. പിന്നെ നല്ല രസകരമായുള്ള ആർഗ്യുമെന്റ് ആണ്. മധുര പലഹാരങ്ങളും മണ്ണ്, അല്ലാത്തതും മണ്ണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കുന്നു. കേരളത്തിൽ നമ്മളിങ്ങനെ കണ്ടിട്ടില്ല, എല്ലാം ഒന്നാണ്. ഇപ്പോഴത്തെ എന്താണ് സഗുണമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ വ്യത്യാസങ്ങൾ കാണുന്നു. എന്നാല് സാധാരണ പറയാറുണ്ട്, ആ തലത്തിലെത്തുമ്പോൾ, അങ്ങനെയാണ് സാധാരണ പറയാറ്, നിങ്ങൾ ആ തലത്തിലെത്തുമ്പോൾ ഈ വ്യത്യാസങ്ങളൊക്കെ ഇല്ലാതെ എല്ലാം മാഞ്ഞ് എല്ലാം ഒന്നായി തീരും. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഉണ്ട് പ്രഭു. ആ തലത്തിലെത്തിയാലേ എല്ലാം ഒന്നാന്ന് മനസ്സിലാവുള്ളൂ. ആ തലത്തിലെത്തിയാലെന്നുള്ള വാക്ക് ഉപയോഗിച്ച് നമ്മുടെ വായടക്കുകയാണ് അവർ ചെയ്തത്. നിങ്ങൾ ആ തലത്തിൽ എത്തിയിട്ടില്ല, എത്തിയിട്ടില്ല. അതാണ്. അതെ, ഞാനെന്തോ ആ തലത്തിൽ എത്തി നിൽക്കുകയാണ്. അതെ. അപ്പൊ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇതിന് നല്ല രസകരമായിട്ട് ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ചൈതന്യ മഹാപ്രഭു ബുദ്ധിപൂർവം ഒരു വാദം ഉന്നയിക്കുന്നു. പക്ഷെ പ്രഭുപാദിനി മുന്നോട്ട് പോകുമ്പോ അതിൽ പറയും, അതായത് ഇതിന് മറുപടി ചൈതന്യ മഹാപ്രഭുവിന് അമ്മ കൊടുക്കുകയാണ്. ആൻഡ് സച്ചിമാതാവും സാധാരണ വ്യക്തിത്വം അല്ല. സച്ചിമാതാവ് ഒരു ബ്രാഹ്മണ പത്നിയാണ്, ഒരു പണ്ഡിതന്റെ, ജഗന്നാഥ് മിശ്ര എന്ന് പറയുന്ന ഒരു പണ്ഡിതന്റെ മകളാണ്, പത്നിയാണ്. അതേപോലെ നീലാംബര ചക്രവർത്തി എന്ന് പറയുന്ന മറ്റൊരു പണ്ഡിതന്റെ പുത്രിയാണ്. അതുകൊണ്ട് സച്ചിമാതാവ് ഒട്ടും മോശമല്ല ഈ കാര്യങ്ങൾക്ക് അല്ലെ. അപ്പം സച്ചിമാതാവിന്റെ താത്വികമായിട്ടുള്ള അതിനുള്ളൊരു മറുപടി തിരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. സോ എല്ലാം ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭുപാദ് ഒരു സ്ഥലത്ത് പറഞ്ഞു, ഇങ്ങനെ മധുര പലഹാരങ്ങളും മണ്ണ്, എന്താണ് അല്ല വെറുതെ മണ്ണും മണ്ണ് തന്നെ എന്ന് പറയുമ്പോ പ്രഭുപാദ് ഒരു ഭയങ്കര ഒരു മറുപടി പറഞ്ഞു. ശരി, നിങ്ങൾ മധുര പലഹാരം തിന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ അത് വേസ്റ്റ് ആയിട്ട് പോവില്ലേ, അമേദ്യം, അതും മണ്ണ് തന്നെയല്ലേ. അപ്പൊ അതെന്തുകൊണ്ട് കഴിക്കുന്നില്ല? മധുര പലഹാരങ്ങൾ പോലെ തന്നെ നിങ്ങൾ അതും എടുത്ത് കഴിച്ചു കൊടുക്കുന്ന ചോദിക്കും. ന്യായമല്ലേ അത്? ഓക്കെ, കണ്ടിന്യൂ ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭു. വേറെ എന്തെങ്കിലും? 29 പർപ്പറ്റില് കുറച്ചുണ്ട്. ഇപ്പൊ പ്രഭുവിന്റെ തുടക്കം പറഞ്ഞത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 30 തുടർന്ന് വായിക്കാം. ആരെങ്കിലും വായിക്കുന്നുണ്ടോ? കൃഷ്ണ പ്രഭു അതിന്റെ ആ 29 പ്രവർത്തനത്തിൽ പറയുന്നുണ്ട്. അതായത് ശരിക്കും ജീവാത്മാവ് ആനന്ദമയനാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ
ഹരേ കൃഷ്ണ. കേൾക്കാമോ കേൾക്കാം പ്രഭു? പ്രഭു. ഹരേ കൃഷ്ണ. കേൾക്കാം മാതാജി, പറഞ്ഞോളൂ, കേൾക്കാം. ആ ഹരേ കൃഷ്ണ. അതില് പറയുന്നുണ്ട്, പറഞ്ഞോളൂ. ഇത് മനസ്സിലാക്കാൻ, അതായത് മായാവാദികൾ എന്ന് പറയുന്നത് അവര് നമ്മൾ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അതായത് നവവിധ ഭക്തി കാര്യങ്ങളെല്ലാം ഭൗതികമാണെന്നും ഈവൻ കൃഷ്ണന്റെ അവതാരം കർമ്മം പോലും ഭൗതികമാണെന്നാണ് അവര് കരുതുന്നത്. അതല്ല, അതുകൊണ്ടാണ് അവരത് മായ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരെ മായാവാദികളെന്ന് വിളിക്കുന്നതെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഹരേ കൃഷ്ണ. അതെ. പക്ഷെ ഒരു ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മായാവാദികള് എല്ലാം തന്നെ ആസ്വാദനത്തിനായിട്ട് ഒന്നും തന്നെ എടുക്കുന്നില്ല എന്നുള്ളതാണ്. അവര് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് ഭൗതികമാണെന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മളെങ്ങനെയല്ല, നമ്മൾ എന്ത് കണ്ടാലും അത് ഭക്തിയിൽ കൂടെ ഭഗവാന് സേവനം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. അതനുസരിച്ച് നമ്മൾ അത് ആസ്വദിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നു. അതാണ് വ്യത്യാസം. മായാവാദികൾ എന്ത് കണ്ടാലും മായയാണെന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തിൽ കൂടെയാണ് അവരുടെ പോക്ക്. അതാണ് ഈ 29 ഇപ്പൊ മാതാജി പറഞ്ഞതിന്റെ മുമ്പ് ജീവിത വൈവിധ്യമാർന്ന ആസ്വാദനത്തിനായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. ജീവാത്മാവ് സഹജമായി തന്നെ ആനന്ദോത്സുകരാണ്. വേദാന്ത സൂത്രത്തിൽ പറയുന്ന ആനന്ദമയോ അഭ്യാസാത്. ഭക്തി സേവനത്തിലെ പ്രവർത്തനങ്ങളെല്ലാം വൈവിധ്യമാർന്നതും ആസ്വാദനപൂർണ്ണം. പക്ഷെ ഇതൊന്നും അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. അതിന്റെ അടുത്തതിൽ പറയുന്നുണ്ട്, ഭഗവത് ഭക്തി സുഗമമാർന്നതും സുഖം കർത്തവ്യം നമുക്കറിയാവുന്നതാണ്. വളരെ ആസ്വദിച്ച് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് വേണ്ട രീതിയിൽ ആസ്വദിക്കാനോ വേണ്ട രീതിയിൽ അത് ഭഗവത് സേവനത്തിന് വേണ്ടി ഉപയോഗിക്കാനോ അവരെ കൊണ്ട് സാധിക്കാറില്ല എന്നുള്ളതാണ് മായാവാദത്തിന്റെ പ്രധാന പ്രശ്നം തന്നെ. ഹരേ കൃഷ്ണ. എന്റെ ഒരു അടുത്ത പേജിന്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട് ഇതിന്റെ കൺക്ലൂഷൻ പോലെ, എല്ലാം മായ എന്ന് പറയുന്നതിലൂടെ മായാവാദിക്ക് ഭക്തിയുത സേവനത്തിലുള്ള അവസരം നഷ്ടപ്പെടുകയും അതിനാൽ അവന്റെ ജന്മം പാഴാവുകയും ചെയ്യുന്നു പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ പോയി പെട്ടുക കഴിഞ്ഞു. പക്ഷെ അവര് ആരാധനയിൽ വരുന്നുണ്ടല്ലോ പ്രഭു, അപ്പോഴും ഇല്ലേ? ഈ മായാവാദം പറയുകയാണെങ്കിലും അവര് പറയുന്നു ഭഗവാന് രൂപമില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. മറ്റേ ഇത് ഇംപേഴ്സണൽ ഇതിലെല്ലാം എന്നിട്ടും അവരെല്ലാം ഈ ആരാധനയിൽ പോകുന്നുണ്ടല്ലോ. ആരാധന എങ്ങനെയായിരിക്കും? അവര് പറയുന്ന ഒരു ചവിട്ടുപടിയാണ് ആരാധന, ഒരു ചവിട്ടുപടിയാണ്. പഠിക്കട്ട് കയറുന്ന മേളിൽ ചെല്ലുമ്പോ ആ ഏണി എടുത്ത് കളയും. അതെ, അതാന്ന് കഴിഞ്ഞ മുന്നേ ക്ലാസ്സിൽ പറഞ്ഞ പോലെ, മതിൽ കയറി കഴിയുമ്പോ ഏണി തട്ടിക്കളയും എന്നുള്ള പറഞ്ഞ പോലെ അല്ലെ. പക്ഷെ അപ്പൊ ഒരു മനസ്സുറപ്പിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെയാണെങ്കിൽ. അതുപോലെ അവര് ബ്രഹ്മജ്യോതിയിൽ എത്താൻ ആഗ്രഹിക്കുന്നവരായിരിക്കും, ഭഗവാനിൽ എത്താനായിരിക്കില്ല ഈ പറഞ്ഞവര്. ലയിക്കലായിരിക്കും ലക്ഷ്യം അല്ലെ, സായുജ്യം. അതെ, ലയിക്ക, അത്രേ അവർക്കുള്ളൂ, അവിടെ കൊണ്ട് തീർന്നു. പക്ഷെ അപ്പൊ അവരുടെ ആരാധന എങ്ങനെയായിരിക്കും? ആരാധന എന്തെങ്കിലും ഒരു വസ്തുവോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവർ ആരാധിക്കുന്നത് എന്നുള്ളതാണ്. അല്ല, ആരാധന ഭഗവാനെ തന്നെ ആരാധിക്കുന്നു. പക്ഷെ അവര് വിശ്വസിക്കുന്നത് ഇതല്ല അൾട്ടിമേറ്റ്, തിരിച്ചാണല്ലോ. നമ്മള് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതയാണ് നമ്മള് അല്ലെ പറയാം ഭാഗവതം ശ്ലോകം. പക്ഷെ അവരുടെ ഇതിൽ പറയുമ്പോ നമ്മളിപ്പം ചെറിയൊരു ആർഗ്യുമെന്റുമായി തന്നെ അപ്പം അറിയാൻ പറ്റും. അപ്പൊ പറയും നമ്മളേറ്റവും ബേസിക് ഇതിലാ കിടക്കുന്ന ഭഗവാന്റെ രൂപത്തിൽ പിടിച്ചു കിടക്കുന്നു, പക്ഷെ അതിനൊക്കെ മുകളില് ഒരു രൂപമില്ലാത്ത ഒരു ഇതുണ്ട്, അതാണ് അങ്ങനെ പറഞ്ഞു. അപ്പൊ അവര് ഈ പറഞ്ഞ പോലെ ഏണിപ്പടിയായിട്ട് വെക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതുക്കും മേലെ ഉണ്ടെന്നുള്ള മട്ടിലാണ്. അപ്പോ നമ്മളുടെ ഭാഗ്യം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യപ്പെടാൻ പറ്റി. അതെ, അവര് നമ്മള് രൂപം പറയുമ്പോ അത് താഴ്ന്ന തലത്തിലുള്ളൊരു എനിക്ക് നല്ല അനുഭവം. അതെ, പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഒന്നരണ്ടല്ല കുറെ പേരെടുത്ത് ചെറുതായിട്ടൊന്ന് പറയാൻ ശ്രമിച്ചപ്പോ തന്നെ അപ്പൊ ഞാനിത് പറഞ്ഞു, ബ്രഹ്മേതി ആ ശ്ലോകമൊക്കെ പറഞ്ഞപ്പോഴും പറയാ അതെല്ലാം മനസ്സിലാക്കാനുള്ളതാണ്. പക്ഷെ രൂപം എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആണെന്ന് പറയുന്നത്.
അങ്ങനെയാണ് അതെ, പറഞ്ഞത്. അപ്പൊ പിന്നെ അതാണ് പ്രഭു തർക്കിക്കാൻ പോയി. എല്ലാരും അറിഞ്ഞിരിക്കണം. ഇപ്പോഴത്തെ നാട്ടിലുള്ളവർക്കൊക്കെ അതാണ്. നിങ്ങളൊക്കെ പറയണല്ലോ അതിലും മേലെ ബ്രഹ്മം, അതൊരു ഉം. വലിയ തലാണെന്നാ പറയണത്. അവർക്ക് അറിയില്ല അതിനപ്പുറം ഭഗവാന്റെ ലോകമോ ഒന്നും അറിയില്ല. അറിയില്ല. അതായിരിക്കും. അപ്പൊ അല്ല, എനിക്ക് സംശയം അവരുടെ പ്രാർത്ഥന എങ്ങനെയായിരിക്കും എന്നുള്ള, എന്തെങ്കിലും മന്ത്രങ്ങൾ ജപിക്കുവോ, അതോ വെറുതെ മാനസികമായിട്ടുള്ള ആ തലത്തിൽ മാത്രമാണോ അവരുടെ പ്രാർത്ഥനയൊക്കെ? ഇല്ല, പ്രാർത്ഥനയല്ല ഇതുപോലെ തന്നെയാ പ്രഭു. പക്ഷെ ഇവിടെ വ്യത്യാസം, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന വ്യത്യാസം, എനിക്ക് കുറച്ച് ആൾക്കാരുമായിട്ടുള്ള ഒരു ചർച്ചകളിലൂടെ കൂടുതൽ അറിവുള്ളവർക്ക് പറയാൻ പറ്റും. ഞാൻ മനസ്സിലാക്കിയത് ഇതാണ്. ഇപ്പൊ നമ്മള് ഭഗവത് പ്രേമം അൾട്ടിമേറ്റ് എയിം ആയിട്ടാണല്ലോ പോകുന്നത്. നമുക്ക് മോക്ഷം, ഓക്കെ. മുക്തി ഒന്നും നമ്മൾ ഇല്ല. ഒരു ഭക്തൻ ആയ ഒരു പരിശീലനം നമ്മൾ ചെയ്യുമ്പോൾ, നമ്മുടെ സാധനാ ഭക്തിയിൽ നമ്മുടെ ലക്ഷ്യം എന്താ വെച്ചാൽ ഭഗവത് പ്രേമം കിട്ടാൻ അല്ലെ. ആ ഒരു വിനിമയത്തിന്റെ സന്തോഷമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ള ഒരു ഇതിലേക്കാണല്ലോ നമ്മൾ ലക്ഷ്യമിടുന്നത്, മുക്തി ഒന്നും ലക്ഷ്യമല്ലാതെ. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ മോക്ഷം തന്നെ ഒരു ലക്ഷ്യമാണ്, വീണ്ടും ഇല്ലാതാകലും. പിന്നെ മാത്രമല്ല, ഈ ആരാധന, ഈ ദേവി ദേവതകളെ ആരാധിക്കുന്നു, ഭഗവാനെ ആരാധിക്കുന്നു, എല്ലാം അവര് ഒരു ആ അൾട്ടിമേറ്റിലേക്ക് എത്താനുള്ള ഒരു മാർഗം പോലെയുള്ളൂ. അത് കഴിയുമ്പോൾ പിന്നെ അവരങ്ങോട്ട് പോകും. അതെന്താന്നുള്ളതും അവർക്കും ഇല്ല ഐഡിയ എന്നാണ് ഞാൻ അപ്പൊ മനസ്സിലാക്കിയത്. ചുരുക്കം പറഞ്ഞ ഈ ഗായത്രി മന്ത്രവും ഈ സഹസ്രനാമവും പുരുഷ സൂക്തം ഇതൊക്കെ അവർ ചെല്ലുന്നുണ്ടായിരിക്കും അല്ലെ? യെസ്, തീർച്ചയായും എല്ലാം ചൊല്ലുന്നുണ്ട്, എല്ലാം ചൊല്ലുന്നുണ്ട്, എല്ലാ ആരാധനകളും ചെയ്യും. പക്ഷെ അത് കാരണം അതെല്ലാത്തിലൂടെയും ചെന്ന് അവർക്ക് അങ്ങോട്ട് മറിയാൻ സാധിക്കും. അപ്പൊ അവിടെ ആ ഇതിലേക്ക് ലയിച്ച് ഇല്ലാണ്ടാവും എന്നാണ് ഉള്ളൊരു ഒരു ഒന്നുമില്ലാത്ത രൂപത്തിലേക്ക് ലയിക്കും എന്നുള്ളത്. നേരിട്ട് എന്നോട് പറഞ്ഞതാണ്. ഞാൻ രണ്ടുപേരുമായിട്ട് അറിയപ്പോ അവരെന്നോട് ഇങ്ങനെയാ പറഞ്ഞത്, നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്ന ഇതല്ല അത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഭഗവത് പ്രേമമാണെന്ന് പറഞ്ഞു. അത് അതെല്ലാം ഇപ്പൊ നേരത്തെ പറഞ്ഞു അതെല്ലാം ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞു. അപ്പൊ അതിലെന്ത് അർത്ഥമുണ്ട്? പിന്നെ ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചേക്കണ എന്തിനാ? അപ്പൊ ഇതിലൊന്നും അല്ലാത്ത ഒരു അവിടെ പോയി ലയിച്ച് പോകുന്ന പോലെയാണ് ഒരു ആ ഭാഗം അവർക്ക് പോലും ക്ലിയർ അല്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പൊ ആ പ്രേമം അവർ ഉദ്ദേശിക്കുന്നത് ഒരു ആണും പെണ്ണും തമ്മിലുള്ള പ്രേമം പോലെയാണെന്നാണ് അവരുടെ ധാരണ. അത്രേ ഉള്ളൂ, അവരെ സംബന്ധിച്ച് അത്രേ ഉള്ളൂ. ഭഗവാന്റെ ഭക്തി എന്ന് പറയുന്നത് നമ്മള് ഒരു തലത്തിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു മാർഗം പോലെയാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ ഒരു അനുഭവത്തിൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. അങ്ങനെ തന്നെയാണ് എല്ലാരും പറഞ്ഞ് കേട്ടിരിക്കുന്നത്. അതായത് ഏറ്റവും വലിയ തലം ബ്രഹ്മമെന്ന്, അത് രൂപമൊന്നുമില്ല, ഏതോ ഒരു ബ്രഹ്മം എന്ന് പറയും. പക്ഷെ അവര് ബ്രഹ്മജ്യോതിയിൽ എത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രവർത്തനങ്ങളൊന്നും ഇല്ലാന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, അവരെല്ലാം കൂട്ടി മിക്സ് ചെയ്തുള്ള ഒരു പ്രാർത്ഥനയാണ് അവർ ചെയ്യുന്നത്. കൃഷ്ണനെ അധികം വിളിക്കുകയല്ല, മറ്റ് ദേവി ദേവതന്മാരെയാണ് കൂടുതലും വിളിക്കുക. ഏറ്റവും ടോപ്പില് ബ്രഹ്മമാണെന്നാണ് അവരുടെ സങ്കല്പം. നമ്മൾ പറയുമ്പോൾ നമ്മുടെ കൃഷ്ണനെ വിളിക്കണം പരമദിവ്യോത്തമ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ അതൊക്കെ താഴ്ന്നതല്ലാണ്. നിങ്ങളെ രൂപത്തിൽ കാണുന്ന താഴ്ന്നതാണ്. അതിനെ മേലെ ഉയർന്നതാണ് ഒരു രൂപം ഇല്ലാത്ത അവസ്ഥ, ബ്രഹ്മം. ഇതാണ് അവരുടെ പോയിന്റ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. നമ്മള് 7-ാം അധ്യായം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വന്നല്ലോ, സാർവഭൗമ ഭട്ടാചാര്യരുമായിട്ടുള്ള സംഭാഷണത്തിലൊക്കെ. ആ സമയത്ത് നമുക്ക് കാര്യം പറഞ്ഞായിരുന്നു. അതായത് വാസ്തവത്തിൽ എടുത്തു നോക്കിയാൽ കേരളത്തിലാണെങ്കിലും ശരി, ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ മായാവാദം ഒന്നാമത് ദഹിക്കാത്ത ഒരു തത്വമാണ് അല്ലെ. എന്നുവെച്ചാ അങ്ങനെ അത് ദഹിക്കില്ല. മായാവാദ ഫിലോസഫി നമ്മളെല്ലാം ഈശ്വരനാണ്, നമ്മളെല്ലാം ഒന്നാണ്, ലയിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് വാസ്തവത്തിൽ ഒരു ആത്മാവിന് അതൊരു അസ്വാഭാവികമായ ഒരു സിദ്ധാന്തമാണ് അല്ലെ. നമ്മളെല്ലാവരും ആരെങ്കിലും ആശ്രയിക്കുകയാണ് ഈ ജീവിതത്തിൽ തന്നെ. ഈ പറയുന്ന മായാവാദി പോലും അദ്ദേഹത്തിന് ഒരു മഠം ആവശ്യമുണ്ട്. പിന്നെ അവർക്ക് അവരുടെ പ്രസ്ഥാനം നിലനിർത്താനും അതിനെ സംരക്ഷിക്കാനും ഒക്കെ അവർ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ മായയാണെങ്കിൽ അതും ചെയ്യരുതല്ലോ അല്ലെ. അവർക്ക് അവരുടെ തന്നെ സിദ്ധാന്തത്തോട് നീതി പുലർത്തണമെങ്കിൽ അവര് ഇതൊക്കെ മായയാണ്, ഇതൊന്നും കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് അവരൊന്നും അവരുടെ പ്രസ്ഥാനങ്ങളെ തന്നെ ശുശ്രൂഷിക്കുന്നതില് അവര് സമയം കളയരുത്. കാര്യം ഇതെല്ലാം മായയാണ്, മായ അടച്ചിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അവരുടെ തന്നെ
തത്വത്തിലും പ്രവൃത്തിയിലും തമ്മിൽ വിരോധാഭാസമുണ്ട്. പക്ഷെ മിക്കവാറും ജനങ്ങള് പൊതുവെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ പറയുന്ന പോലെ അവർക്ക് അറിയാവുന്ന ഒരു ഫിലോസഫി ഇത് മാത്രമേ ഉള്ളൂ. കാര്യം നാട്ടിൽ പരക്കെ പ്രചാരമുള്ളത് ഈ പറയുന്ന ലയിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇതാക്കിയിട്ടുണ്ടെങ്കിലും പല ഭക്തന്മാരും ഹൃദയം കൊണ്ട് ആ സിദ്ധാന്തത്തെ സ്വീകരിച്ചവരല്ല. അവര് പലരും ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുന്ന സമയത്ത് അവരെ പ്രാർത്ഥിക്കുന്നതും അല്ലെങ്കിൽ അതൊക്കെ അവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പലരും ചെയ്യുന്നത്, അല്ലെ? നമ്മൾ വാസ്തവത്തിൽ ആൾക്കാരെ നേർക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാം, ഈ ചില വ്യക്തികളുണ്ട് ഒരുപാട് ഈ മായാവാദം പഠിച്ച് അത് തലയ്ക്ക് പിടിച്ച ചില വ്യക്തികൾ, അവരെ തിരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന പോലെ പുതർക്കം പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ പൊതുവെയുള്ള ജനങ്ങള് അവർക്ക് മറ്റൊരു സിദ്ധാന്തത്തിന്റെ ഒരു എന്താ പറയാ എന്തെങ്കിലും ഒരു നട്ടെല്ലല്ലേ ശരീരത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. അതുപോലെ അവരുടെ വിശ്വാസമാകുന്ന ശരീരത്തിന് ഒരു നട്ടെല്ലുള്ളൊരു സിദ്ധാന്തം അവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, മറ്റ് ഈ പറയുന്ന മായാവാദത്തിന് തന്നെ ആശ്രയിച്ചിരിക്കുന്നു. പക്ഷെ നമ്മുടെ ഒരു ദൗത്യം, ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ദൗത്യം ചൈതന്യ മഹാപ്രഭുവിന്റെ സിദ്ധാന്തത്തെ എന്താ പറയാ അത് ഉറക്കെ വിളിച്ചു പറയുക, കേരളത്തിലുടനീളം ഈ സിദ്ധാന്തത്തിനെ വിളിച്ചു പറയുക, ജനങ്ങള് മനസ്സിലാക്കണം. അങ്ങനെ അവർക്ക് ഭക്തിക്ക് അനുകൂലമായൊരു അല്ലെങ്കിൽ ഭക്തിയെ പോഷിപ്പിക്കുന്ന ഒരു വൈഷ്ണവ സിദ്ധാന്തം, അതിന്റെ ഒരു നട്ടെല്ല് അവർക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ അവരുടെ വിശ്വാസം ഒന്നുകൂടി ശക്തിപ്പെടും. അങ്ങനെ അവർ ചെയ്യുന്ന ഭക്തി ഇത് ശരിയാണ്, ഈശ്വരന് രൂപമില്ലാത്തതല്ല, ഈശ്വരന് രൂപമുണ്ട്. രൂപമില്ലാത്ത അവസ്ഥ ഈശ്വരന്റെ രൂപത്തിന് അധീനമാണ്, അല്ലെ? യസ്യ പ്രഭ, ഭഗവാന്റെ പ്രകാശമാണ് ബ്രഹ്മജ്യോതിസായിട്ട് വരുന്നത്. ഭഗവാന്റെ ശരീരത്തിലുള്ള പ്രകാശമാണ്, അല്ലാതെ ഭഗവാന് രൂപം ഇല്ലാതെയാവുന്നതല്ല. ആ രൂപത്തിൽ നിന്ന് വരുന്ന അരൂപമായ പ്രകാശമാണ് ബ്രഹ്മം. സ്രോതസ് ഭഗവാന്റെ രൂപമാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ ഭക്തന്മാർക്ക് സാധിക്കണം. അതുണ്ടെങ്കിൽ പിന്നെ ആ സിദ്ധാന്തത്തിന്റെ ഒരു നട്ടെല്ലോടുകൂടി നല്ല രീതിയിൽ വ്യക്തികൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ ഭക്തി അനുഷ്ഠിക്കാൻ അവർക്ക് സാധിക്കും. പല വ്യക്തികളും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഈവൻ എന്താ പറയാ ഈവൻ ശ്രീമദ് ഭാഗവതം പറയുന്ന പല ആൾക്കാരും പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ വായിച്ച ശേഷം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, അങ്ങനെയുള്ള ആൾക്കാര് അവരാ മായാവാദ ചിന്താഗതി ഉപേക്ഷിച്ച് അവര് പറയുന്ന ഭാഗവത സപ്താഹം കൂടുതൽ ഭഗവാന്റെ രൂപത്തിൽ ഉറച്ചു വിശ്വസിച്ച് അവർക്ക് പ്രഭാഷണം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് അങ്ങനെയുള്ളവരെ കേൾക്കുമ്പോൾ ജനങ്ങൾക്കും ആ മാറ്റം ഉണ്ടാവും. ഇല്ല, ഇത് നമ്മുടെ ഒരു കർത്തവ്യമാണ്, നമ്മളെല്ലാവരും ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇല്ലേ? കുറച്ചു പേരുടെ ഈ ഒരു തലയ്ക്ക് പിടിച്ച തെറ്റായ സിദ്ധാന്തത്തിനെ അതിനെ വെച്ചിട്ട് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും ഇങ്ങനെ മായാവാദികളാണെന്നുള്ള ധാരണ നമുക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. മിക്കവാറും പേരോട് നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് വിശ്വാസമുണ്ട്, പക്ഷെ അവർക്ക് അറിയുന്ന ഫിലോസഫി ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ തോന്നിയിട്ടില്ലേ? തീർച്ചയായും തോന്നിയിട്ടുണ്ട് പ്രഭു, തീർച്ചയായും. നമ്മളിത് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള വിഷയം. മെജോറിറ്റി പറഞ്ഞ പോലെ ഇതിലൊന്നും പെടുന്നില്ല. അവരീ പറഞ്ഞ പോലെ ഒരു ഭൂരിപക്ഷം അഭിപ്രായം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷെ പറഞ്ഞു മനസ്സിലാകുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അപ്പം ചോദിക്കും, പക്ഷെ നമ്മൾ ഇങ്ങനെയല്ലേ കേട്ടേക്കണേ, നമ്മൾ ലയിക്കുകയല്ലേ എന്നൊക്കെ. പക്ഷെ നമ്മളിത് ഈ തത്വം പറയുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ ഭഗവത്ഗീത 2-ാം അധ്യായമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണില്ല, നമ്മുടെ നയനം ചിന്തന്തി ശസ്ത്രാണിയും അതെല്ലാം, അതിന്റെ ഓരോ ഇതൊക്കെ നമ്മൾ അതിന്റെ ഓരോരോ ഡീറ്റെയിൽ ആയിട്ട് അത് എക്സ്പ്ലെയിൻ, അവർക്ക് അത് കൺവിൻസ് ആകുന്നുണ്ട് പലപ്പോഴും. ഞാനത് സത്സംഗത്തിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഈ പ്രഭു പറഞ്ഞ പോലെ ചിലര് മാത്രമുണ്ട് ഈ കോർ ഇതായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അത് ഈ പറഞ്ഞ പോലെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി വെച്ചേക്കുന്നതുകൊണ്ട് വെറുതെ കിടന്ന് തർക്കിക്കുന്നു. പക്ഷെ സാധാരണക്കാർ ഈ പറഞ്ഞ പോലെ തീർച്ചയായും പ്രഭു പറഞ്ഞ പോലെ തന്നെയാണ്. അവര് ഇത് പറഞ്ഞാൽ ഇത് മനസ്സിലാക്കി ഇതിലേക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഹരേ കൃഷ്ണ പ്രഭു, പക്ഷെ ഗുരുവായൂർ പോകുന്ന മിക്കവരും ഭഗവാനെ വ്യക്തിരൂപമായിട്ട് തന്നെയാണ് കണക്കാക്കാൻ. കാരണം പാദാദികേശം അത് ഓരോരോ അംഗങ്ങളും എടുത്ത് പ്രാർത്ഥനയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോ തീർച്ചയായിട്ടും അവര് ഈ പറഞ്ഞ കൂട്ടത്തിൽ മായാവാദികളിൽ പെടുന്നവർ കുറച്ചു പേരെ ഉണ്ടാവുള്ളൂ. എപ്പോഴും ഭഗവാന്റെ വ്യക്തിരൂപത്തെ തന്നെയാണ് നമ്മൾ കേരളത്തിലെ മിക്കവരും. അതിപ്പോ ചിലപ്പോ ഭഗവാനായിരിക്കാം, ചിലപ്പോ ഭഗവതി ആയിരിക്കാം, ചിലപ്പോ ശിവനായിരിക്കാം. പക്ഷെ അവര് മായാവാദി ആണെന്ന് ഉറപ്പിച്ചു പറയാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അവര് ആ സിദ്ധാന്തം അവർക്ക് അറിയാമോന്ന് തന്നെ അറിയില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്.
ഹരേ കൃഷ്ണ പ്രഭു പറഞ്ഞത് ശരിയാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം, പ്രഭു ഇപ്പൊ പറഞ്ഞില്ലേ ഗുരുവായൂർ അല്ലെങ്കിൽ ഇങ്ങനെ വ്യക്തി രൂപത്തിൽ അതെല്ലാം ശരിയാണ്. പക്ഷെ അവർ അങ്ങനെ ചിലരുമായിട്ട് പ്രഭു ഒന്ന് സംസാരിച്ചു നോക്കിയാൽ സാധാരണക്കാര് തന്നെ അൾട്ടിമേറ്റ് ഒരു ഇതിലേക്ക് ഒരു സംസാരം പോയാൽ, അല്ലെങ്കിൽ ഇത് അവര് ബ്രഹ്മം എടുത്തു പറയും. അവിടെയാണ് അത് ലയിക്കലായി പോകും. അത് വരുന്നുണ്ട്. കാരണം ഒരു വെറും സാധാരണക്കാരൻ ചിലപ്പോൾ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നു അല്ലെങ്കിൽ ഓക്കെ, പക്ഷെ അവർക്ക് ഈ വ്യക്തി രൂപം എന്താ, വ്യക്തി ഇല്ല, ഇപ്പൊ ഇൻപേഴ്സണൽ എന്താണെന്നും അറിയില്ല. അതാണ് ഗോപാൽ പ്രഭു നേരത്തെ പറഞ്ഞത്. അവർക്കൊന്നും അങ്ങനെയൊന്നും അറിയില്ല. പക്ഷെ കുറച്ച് അതിലും കൂടി കുറച്ച് ആൾക്കാർ പറയും ഭഗവാനിനോട് ഭക്തി എല്ലാം ഉണ്ട്, പക്ഷെ അൾട്ടിമേറ്റ് എന്നുള്ളത് അതിന്റെയൊക്കെ മുകളിൽ ഒരു ബ്രഹ്മം ഉണ്ടെന്നുള്ളത് പറയുന്നത് എനിക്ക് കുറച്ച് ദിവസം മുന്നേ കൂടി അനുഭവം ഉണ്ടായി. അപ്പോ അദ്ദേഹം ഭയങ്കര ഒരു ഭക്തനായിട്ട് ഒരാൾ സംസാരിക്കുകയായിരുന്നു. പക്ഷെ അപ്പൊ ഇതെല്ലാം പറഞ്ഞപ്പോ ഭഗവാനുള്ള പ്രേമമാണ് ഏറ്റവും വ്യക്തി എന്ന് പറഞ്ഞു. അതെല്ലാം ഓക്കെ, അതെല്ലാം ഒരു തലം വരെ ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഒരു തലം വരെ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു തലമുണ്ട്, അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല, അതിന്റെയൊക്കെ മുകളിൽ നമ്മൾ ഒന്നുമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോകും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചപ്പോ പരമ പരമപുരുഷൻ അപ്പൊ ഒന്നുമില്ലാത്തൊരിതാവില്ലോ. അതെ അതെ, അങ്ങനെ വരുന്നുണ്ട്. അപ്പോഴാണ് ഈ മുക്തി സായുജ്യവും ഇതെല്ലാം കയറി വരുന്നത്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ വശം അധികം വറീഡ് ആവേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ഈ സന്ദേശം കൊടുത്തുകൊണ്ടിരുന്നാൽ അത് പതുക്കെ പതുക്കെ ശരിക്കും ഗുണകരമായിട്ടുള്ള അനുഭവം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മറ്റതിൽ അധികം ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഞാനൊരു കാര്യം എന്ന് പറഞ്ഞിട്ട്, നേരത്തെ ഈ കർമ്മകാണ്ഡികള് ഹിംസകൾ ഒത്തിരി ചെയ്ത് അത് യാഗത്തിന്റെ യജ്ഞത്തിന്റെയും പേരിൽ ഒത്തിരി ഹിംസകൾ ചെയ്തപ്പോ അതിനെ നിർത്താനായിട്ട് ആണ് ഭഗവാൻ ശരിക്കും ബുദ്ധനായിട്ട് വന്ന് ശൂന്യവാദം പറഞ്ഞു, വേദങ്ങളെ നിഷേധിച്ചു. അപ്പം അങ്ങനെ ഒരു അരിഷിതാവസ്ഥ വന്നപ്പോഴാണ് ശരിക്കും ഭഗവാൻ ശിവന്റെ തന്നെ അംശമാണ് ശ്രീ ശങ്കരാചാര്യർ എന്ന് പറയുന്നു. അപ്പൊ അദ്ദേഹം വന്ന് വേദങ്ങളെയൊക്കെ നിഷേധിച്ചേച്ച് ഒക്കെ ഒരു ഏതെങ്കിലും നിങ്ങൾ ഒന്ന് വിശ്വസിക്കുക, എന്നിട്ട് ഇതെല്ലാം മായയാണെന്നും ഒക്കെ പറഞ്ഞ് ഏത് ദേവതകളെയാണേലും നിങ്ങൾ പ്രാർത്ഥിക്കൂ. അപ്പം നമുക്ക് ശരിക്കും അവരുടെ ആത്യന്തിക ലക്ഷ്യം തത്വമസി എന്ന് പറഞ്ഞാൽ ഞാൻ അതാകുന്നത്, എനിക്ക് ഭഗവാനാകാനുള്ള ആ അന്തർശക്തി എന്നിലുണ്ട്, അത് നിങ്ങൾ ഉണർത്തുക രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. പക്ഷെ ഭഗവാന്റെ ഷഡൈശ്വര്യങ്ങളോ ഒന്നും ഒക്കെ ആകുകയാണെങ്കിൽ നമ്മൾ പറയുന്നുണ്ടല്ലേ ഇടയ്ക്ക്, ശിവനും ബ്രഹ്മാവിന് പോലും ഭഗവാൻ അതിന് തത്തുല്യരായ ആൾക്കാരില്ലാത്ത സമയത്ത് ഭഗവാൻ തന്നെ ശിവനായിട്ടും ഇരിക്കും, ഭഗവാൻ തന്നെ ബ്രഹ്മാവായിട്ടും ഇരിക്കും. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഇതില് അത്രയൊന്നും മനസ്സിലാവാതെ ഞാനും അയ്യപ്പനാണ്, അയ്യപ്പനും അയ്യപ്പനാണ്, പക്ഷെ എനിക്ക് അയ്യപ്പനാകാൻ ശ്രമിക്കാമായിരിക്കും, അതായിരിക്കും ശ്രീ ശങ്കരാചാര്യരുടെ ഉദ്ദേശം. പക്ഷെ നമ്മള് ഈ പറയുന്ന പോലെ കണ്ണാടി നോക്കിയിട്ട് ഞാനും അയ്യപ്പനാണ് അതും അയ്യപ്പനാണെന്ന് പറയാനായിട്ട് അയ്യപ്പന്റെ ഗുണങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയണം, നമ്മുടെ ഗുണങ്ങൾ അതിനകത്ത് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അറിയണം. നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ എത്ര ശ്രമിച്ചാലും നമുക്ക് മാക്സിമം ബ്രഹ്മാവ് വരെ എത്താം. അത് തന്നെ പറയുന്നുണ്ട്, 100 ജന്മങ്ങൾ വർണ്ണാശ്രമ വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ചാൽ നമുക്ക് ബ്രഹ്മാവാകാം. അങ്ങനെ 100 ബ്രഹ്മാവിന്റെ ജന്മങ്ങൾ വന്നാലേ ഒരു രുദ്രനാവാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എത്രത്തോളം നമ്മൾ ശുദ്ധീകരിച്ചാലാണ് അവിടുന്ന് ഒരു ടോക്ലിയൻ, നമ്മുടെ തന്നെ ഒരു ടോക്ലിയൻ കേട്ടതാണ്. അപ്പൊ എത്രത്തോളം ശുദ്ധീകരിച്ചാലാണ് അവിടുന്ന് രുദ്രൻ എന്ന്, അവിടുന്ന് സദാശിവൻ എന്ന് പറയുമ്പോൾ ആധ്യാത്മിക തലത്തിൽ എത്തും. ഇത് നമുക്കത് മനസ്സിലാവാനുള്ള ആ ഒരു ഇതില് ശങ്കരാചാര്യർ ഒന്ന് ശൂന്യാവസ്ഥയിൽ നിന്ന് എന്തെങ്കിലോട്ടൊന്ന് തുടങ്ങിയിട്ട് എത്താനായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മുടെ സാധാരണ മനുഷ്യര് ഞാൻ രാജാവാണെന്ന്, ഒരു രാജാവ് അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഒരു പ്രജയാണെങ്കിലും നിനക്ക് രാജാവാകാന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാനും രാജാവ് നീയും രാജാവ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാല് അത് നമുക്ക് അവനവൻ തന്നെ അത് ശരിക്കും ചിന്തിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു മിഥ്യ വന്നത്. പിന്നെ നമ്മളിപ്പം നമ്മളുടെ കാര്യം പറയുമ്പോൾ ശരിക്കും ജയദേവ സ്വാമിയുടെ 10 അവതാരങ്ങളാണ് നമ്മളുടെ ഇവിടെ വയ്ക്കുന്നത്. അതിനകത്ത് നോക്കുമ്പോൾ വിഷ്ണുവിൽ നിന്നാണ് കൃഷ്ണൻ വന്നേക്കുന്നതെന്നാണ് ആ അഷ്ടപതിയിൽ അതിനകത്ത് പറയുന്നത്. അപ്പം അതാണ് ഇവിടെ ശരിക്കും നമ്മള് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും അത് ശ്രീ ശങ്കരാചാര്യർ ചിട്ടപ്പെടുത്തിയ അനുസരിച്ചാണ് എല്ലാ ക്ഷേത്ര ഇൻക്ലൂഡിങ് ഗുരുവായൂർ വരെ നടക്കുന്നത്. അപ്പം അതില് ശരിക്കും നമ്മൾ ആദ്യം ഒരു സാകാര ഇതിനെ കണ്ട് അത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച്
പിന്നെ പ്രാർത്ഥിച്ച് നമ്മൾ അത് സ്ഥിരമാക്കി വെക്കാനാണ് പിന്നെ ഹരേ കൃഷ്ണക്കാര് പറയുന്നത്. പക്ഷെ ഇവർ ഈ പറയുന്ന പോലെ സാകാരത്തിനെ ഒരു തലത്തിൽ കണ്ടിട്ട് പിന്നെ അതിൽ നിന്നും ഈ നമ്മൾ പരമാത്മാ രൂപത്തിൽ എല്ലാ ഹൃദയത്തിലും നിൽക്കുന്ന ഭഗവാനായിട്ട് അവർ ശരിക്കും അപ്പോഴാണ് അവ്യക്തിഗത രൂപത്തില് ഇത് എൻ്റെ ഒരു ചിന്തയാണ് എന്നാണ് അവര് വിചാരിക്കുന്നത്. അപ്പൊ അവര് വിചാരിക്കുന്നതൊക്കെ ഇത് അവ്യക്തമായിട്ട് എല്ലായിടത്തും ഇരിക്കുന്നു. അപ്പൊ അതിന്റെ കൂടെ പറയും തത്വമസി, അത് നീ ആകുന്നു, അത് ഞാനാകുന്നു. അപ്പൊ എനിക്ക് അവിടം വരെ ആകാൻ ഞാൻ ശ്രമിക്കാനായിരിക്കും ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഗോവിന്ദം ഭജ എന്നാണ് അദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തുന്നത്. നമ്മുടെ ഗീതാധ്യാനത്തിലും പറയുന്നുണ്ട്, സർവോപനിഷദോ ഗാവോ ദോക്ത ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർ പ്രോക്ത ദുഃഖം ഗീതാമൃതം അത് ഏകം ശാസ്ത്രം ദേവകീപുത്ര ഗീതം ഏകോ ദേവോ ദേവകീപുത്ര എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ശ്രീ ശങ്കരാചാര്യർ തന്നെയാണ്. അദ്ദേഹം 33 വയസ്സ് വരെ ജീവിച്ചിരുന്നു. നേരെ മറിച്ച് ചിലപ്പോൾ കുറച്ചുകൂടെ ജീവിച്ചിരുന്നെങ്കിൽ ശരിക്കും അദ്ദേഹം ശരിക്കും ഒരു വൈഷ്ണവ ഇതിൽ വന്നേനെ. പിന്നെ നമ്മുടെ ഇതിൽ കൂടുതൽ ആളുകൾക്ക് വരാത്തത് ശരിക്കും യമനിയമങ്ങൾ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നവർ, മറ്റേതിൽ അതുമില്ല. അതുകൊണ്ട് അപ്പൊ ആൾക്കാർ, നമ്മുടെ സാധാരണ ആൾക്കാർ നോക്കുമ്പോൾ ഇച്ചിരൂടെ ഈസിയാണ്. ഞാനും ദൈവം, എനിക്കും ദൈവമാകാൻ പറ്റും, അല്ലെങ്കിൽ ഞാനും ദൈവം നീയും ദൈവം എന്ന് വിചാരിക്കുന്നു. അല്ലെ അതിലും അടിയുറച്ച ആൾക്കാര് ദൈവമാകാൻ ശ്രമിക്കുന്നവരുണ്ടാവാം. പക്ഷെ അപ്പോഴും അവർക്ക് ഈ യമനിയമങ്ങളുടെ ഒരു ഇതില്ലാത്തത് കൊണ്ട് കുറച്ചുകൂടെ ഫ്രീഡം തോന്നുന്നുണ്ടാവാം എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് അവര് നമ്മളോട് പറയും, നിങ്ങൾ ആദ്യത്തെ തലത്തിലാണ്, നിങ്ങൾ ദ്വൈതമാണ് പറയുന്നത് എന്നാണ് പറയുന്നതായിട്ട് എനിക്ക് മനസ്സിലാകും. മേ ബി ഒരു നമുക്കും പറയത്തില്ല, ഒരു എന്താ എസ്കേപ്പിസം പറയും, ഒരു ഈസി എനിക്ക് വേണ്ടത് മാത്രം ഞാൻ എടുക്കുക. ഹരികൃഷ്ണ. ഹരേ കൃഷ്ണ. മതജി ശരിയാണ്. നമ്മള് ആക്ച്വലി എല്ലാവരും ഓർക്കുന്നുണ്ടോന്നറിയില്ല, നമ്മുടെ ആദിലീല 7ാമത്തെ അധ്യായത്തില് ഒരു കുറെ ദിവസങ്ങളുടെ ഒരു ഡിസ്കഷൻ ആയിരുന്നു ഇത്. ഗോപാൽ പ്രഭു അന്ന് വിവർത്തവാദം, ശക്തി പരിണാമവാദം ഒക്കെ ആയിട്ട് നല്ലൊരു എക്സ്പ്ലനേഷൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് ഉണ്ട് അതിന്റെ എന്ന് തോന്നുന്നു. അപ്പൊ അതിൽ ഇത് നമ്മൾ ഫുൾ ശങ്കരാചാര്യരുടെ വാദങ്ങളും ഇതെല്ലാം ഈ പറഞ്ഞതെല്ലാം ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷെ എന്തായാലും അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, സാധാരണക്കാരിലുണ്ട്. പക്ഷെ ഈ പറഞ്ഞ റെക്കോർഡ് ഒന്നുകൂടി ഇട്ട് തരാമോ പ്രഭു? ഞാൻ ആദ്യം തൊട്ടേ ഞാൻ നോക്കാം, ഇട്ടിട്ടുണ്ടാവണം നമ്മൾ മുമ്പ്. അത് നല്ലൊരു ക്ലാസ്സുകളായിരുന്നു ആ സമയത്ത്. അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് വിവർത്തവ. പിന്നെ ഒരു ചാർട്ടൊക്കെ പ്രഭു കൊണ്ടുവന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ആ ടേംസ് ഒക്കെ ഞാൻ മറന്നുപോയി, പലരും ഓർക്കുന്നുണ്ടായിരിക്കും. ഒരു ഇതൊക്കെ പറഞ്ഞിരുന്നു കുറെ. എന്താന്ന് പറഞ്ഞു, ഞാൻ പറ്റി അതൊന്നുകൂടി റീപോസ്റ്റ് ചെയ്യാതല്ല, ഇപ്പൊ നല്ലതാണല്ലോ. പക്ഷെ ഓവറോൾ നമ്മളൊരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഈ ജനറൽ പറഞ്ഞത് ഇന്ന് എപ്പോഴും ഈ സാധാരണ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോലെ കോറായിട്ട് ഇതിലേക്ക് പോകുന്നില്ല. ആൾക്കാര് ഇങ്ങനെ കേട്ട് മാറുന്നുണ്ടെങ്കിൽ പോലും, അതുകൊണ്ട് ശരിക്കും പ്രചരണം നല്ല രീതിയിലുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവർക്കും നമ്മൾ ഇതിലേക്ക്, അല്ലെങ്കിൽ ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് ഇതിന്റെ ഇതിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ്. എനിവേ നമുക്ക് 3:50 ഇപ്പോ നമുക്ക് തുടരാം. അടുത്ത ദിവസം ഇന്നിവിടെ ബാക്കി അടുത്ത ദിവസം നമുക്ക് ചർച്ച തുടരാം. ഇവിടെ നിർത്താമല്ലോ അല്ലെ? 29 ശ്ലോകത്തിൽ. ഹരേ കൃഷ്ണ. താങ്ക് യു ഓൾ. നരോത്തം പ്രഭു നിർത്തിക്കോട്ടെ. ഓക്കെ. ശരി. ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव भक्त वृंद की जय. श्रील प्रभुपाद की जय. गुरुदेव की जय. निताय गौर प्रेमानंदे. हरि हरि बोल. हरे कृष्ण. താങ്ക് യു വെരി മച്ച്. നാളെ കാണാം. ഹരേ കൃഷ്ണ.